ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഗൈസ്. അപ്പം ഇന്ന് നമ്മൾ ക്രിസ്മസ് ആയിക്കൊണ്ട് പുറത്തെല്ലാം പോകാമെന്ന് വിചാരിച്ച് അങ്ങനെ നമ്മളിന്ന് പുറത്ത് പോകാന്ന് കുറച്ച് ഷോപ്പിംഗ് ചെയ്യാം. പിന്നെന്താ, നമ്മള് ലിബർട്ടില് കുറെ ലൈറ്റ് ഒക്കെ ഇട്ടിട്ടുണ്ട് ഗൈസ്, അതൊക്കെ കാണാൻ പോവാണ്. നമ്മള് ഇതുവരെ നമ്മൾ കണ്ടിട്ടില്ല, സോ ഇന്ന് കാണാൻ പോകാം. ഇനിയപ്പോ തന്നെ നമുക്ക് വിശപ്പായി, അതുകൊണ്ട് നമ്മള് ഇപ്പൊ ഫുഡ് കഴിക്കാനായിട്ടാണ് ഗൈസ്. ഇനി ഫുഡ് കഴിച്ചിട്ടാണ് ബാക്കി ഷോപ്പിംഗ്. നമ്മൾ ക്രിസ്മസിന്റെ വൈബ് കാണാൻ വേണ്ടി ഇറങ്ങിയിട്ട് ഇപ്പം ഫുഡ് കഴിക്കാൻ മാത്രമാണ് ഇതുവരെ ആയിട്ട് വന്നത് ഗൈസ്. പ്ലേറ്റ് ഇട്ട് ഗൈസ്, പ്ലേറ്റ് മാത്രം കിട്ടിയിട്ടാ കണ്ടിട്ടില്ല അവര്. ശരിക്കും അനക്കും സഫക്കുമാണ്. അനക്കും നിനക്ക് കാണാത്ത നീ സൈഡിൽ സഫനെ കാണാത്ത. ഗൈസ് 3 ലക്ഷം അമ്മ ഇല്ല. നല്ല ടേസ്റ്റ് ഉണ്ട്. എന്തിനും എടുക്കുന്നത് അതാ പെണ്ണോല്ലു. ഞാൻ മോഷ്ടിക്കാൻ വന്നതിന് അവളെ ഒളിപ്പിച്ച് വെച്ചു ഗൈസ്. ഫുഡൊക്കെ കഴിച്ചിട്ട് പിന്നെ നമ്മള് ലിബർട്ടിയിലേക്ക് പോയി. ഗൈസ്, ഇവിടെ ഇത് നമ്മൾ ഇത് ലൈറ്റ് ഉള്ള സാധനമാണ്. ലൈറ്റ് ഇല്ല ഇതിന്, പക്ഷെ ഇത് പൊടിഞ്ഞാണ് എടുത്ത് വെച്ചോളാം. ഇതിന് 2.45 അറിയില്ല. അത് പൊട്ടിച്ച് കഴിച്ചു പൊട്ടിച്ച് നല്ലുണ്ട്. ഇത് നമുക്ക് നമ്മളൊരു ക്രിസ്മസ് ട്രീ വാങ്ങുന്നുണ്ട് ഗൈസ്, എന്നിട്ട് അതിൽ തൂക്കാനുള്ള സാധനങ്ങളാണ്. ഗൈസ് 0+ ആണ് ഏജ്, അപ്പൊ നമുക്ക് വാങ്ങാൻ പറ്റും. അലീനക്ക് വാങ്ങാൻ പറ്റും. എനിക്ക് പറ്റും. 0+ ഏജ് ആണ്, അതുകൊണ്ട് നമുക്ക് വാങ്ങാൻ പറ്റും. ഗൈസ്, നമ്മളിപ്പോ ക്രിസ്മസിന്റെ പരിപാടി ഉണ്ട്. മെയിൻ സ്റ്റേജ് തൽക്കാലത്ത് നിങ്ങൾക്ക് ഇവിടെ ബാക്ക്ഗ്രൗണ്ടിൽ മ്യൂസിക് വരുന്നുണ്ട്. ഇവിടുത്തെ വ്യൂസ് എല്ലാം കാണിച്ചിട്ടുണ്ട്. എന്തൊക്കെയോ നടക്കുന്നുണ്ട്. നല്ല അടിപൊളി വ്യൂ ആണ്. വ്യൂ ആണ്. ഇവിടെ ഒരു വീടുണ്ട്, നമുക്കില് കയറി വീട്ടിൽ കയറി പോ. ഇവിടെ എന്തൊക്കെയാണ്?
ഗൈസ് നാളെയാണ് ക്രിസ്മസ്. അപ്പോൾ നമുക്ക് നാളെ നമ്മൾ ബിരിയാണി ഉണ്ടാക്കാൻ പ്ലാനൊക്കെ ഉണ്ട്. അതിൻ്റെ സാധനങ്ങൾ വാങ്ങാം. കുറച്ച് സാധനങ്ങളെല്ലാം വാങ്ങാനും ഫ്രൈഡ് ചിക്കൻ അതൊക്കെ വാങ്ങണം. അപ്പോൾ നമ്മൾ അത് വാങ്ങാനായിട്ട് ക്യാഷ് ഫോറിൽ നമുക്ക് ആ സാധനം ഫസ്റ്റ് നമുക്ക് എന്തൊക്കെ ഫസ്റ്റ് നമുക്ക് അരി ഇവിടെ ഒന്നും അല്ല അരി അരി വേണ്ടത്. അരി ബസ്മതി വാങ്ങണ്ടേ? ഇത് ബസ്മതി 8.5 ഇതവിടെ സെയിം റേറ്റ്. സെയിം റേറ്റ്. മറ്റേ ഇതിൻ്റെ ഇത് 6.9 അത് ബസ്മതി തന്നെ. നമ്മൾ റൈസ് കിട്ടിയിട്ടുണ്ട്. ബസ്മതി റൈസ് വാങ്ങി. ഇതിന് 6.9 7 ഓഫറിലാണ് ഗൈസ്. 3.4 ഇത് 3. ബസ്മതി എല്ലാവരും അല്ല ഇത് സാധാരണ അരി ചോറ് അതെ പൊട്ടിച്ച് ഇവിടെ പൊട്ടിച്ച് ഇവിടെ അരി പൊട്ടിച്ച് അരി നശിപ്പിക്കുന്ന. ഇനി നമുക്ക് വാങ്ങാൻ ചിക്കൻ നോക്കാം. ചിക്കൻ വാങ്ങാൻ ഒരു ഇതെടുക്കായിരുന്നു ട്രേ. ഇവിടെ നമുക്ക് മാത്രം ട്രേ കിട്ടുന്നില്ല. എല്ലാവർക്കും ട്രേ കിട്ടും. ഒരു ബാസ്ക്കറ്റ് എടുക്കണം. ചിക്കൻ എടുക്കാം. 8.9 കോഡ്. ഇതെന്നാ നമുക്ക് കുറച്ച് അവക്കാടോ വാങ്ങണം. അവക്കാടോ ഷേക്കണം. ഒരു ഇത് കണ്ടോ നമ്മളിങ്ങനെ ഇതിനൊന്നും ഞെട്ടില്ല. പിന്നെ എങ്ങനെയാ നമ്മളിങ്ങനെ വെക്കുമ്പോ ഇല്ലേ ഈ നെട്ട് തുറന്ന് നോക്കുമ്പോ മീൻസ് ഇതിപ്പോ പച്ചയായിട്ടല്ലേ ഇങ്ങനെ പച്ചയായിട്ടിരിക്കുകയാണെങ്കിൽ അത് നല്ല അവക്കാടോ ആണ്. കുറച്ച് ബ്രൗൺ ആയിട്ടിരിക്കുകയാണെങ്കിൽ അത് ചീത്ത അവക്കാടോ ആണ്. ഗൈസ് എന്നാണ് അലീന പറയുന്നത്. നോക്കാം. ഇത് നല്ല അവക്കാടോ ആണ്. കാരണം ഇത് അകത്ത് പച്ചയാണ്. ആണോ? അപ്പം അതെടുത്ത് അയാൾ നോക്കുന്നുണ്ട് നമ്മളിതെല്ലാം പറിച്ചു കളയുന്നത്. നമ്മുടെ അടുത്ത് പുറത്തേക്കാൻ ചാൻസ് ഉണ്ട്. പഴുത്ത അവക്കാടോ ഇതെല്ലാം പച്ച പോലെ ഉണ്ട്. മണിപ്പിക്കേണ്ടി വരും. കിലോയ്ക്ക് 15. നമ്മള് അടുത്ത ഉള്ളിയും സാധനങ്ങളൊക്കെ വാങ്ങാനായിട്ട് ഇവിടുത്തെ ഉള്ളി നല്ലതാണ് ഗൈസ്. അതുകൊണ്ട് നമ്മള് അടുത്ത് നിക്കോറെ വന്നിട്ടുണ്ട്. ഉള്ളി എടുക്കട്ടെ കുറച്ച് മതിയേ. എത്രയാ റേറ്റ്? 1.6. കുറച്ച് വെളുത്തുള്ളി എടുത്തോ. ഇത്ര നമ്മുടെ സാധനമാണ്. ക്രിസ്മസ് പ്രമാണിച്ച് നമ്മൾ നല്ലൊരു ഷോപ്പിംഗ് നടത്തിയിട്ടുണ്ട്. സഞ്ചിക്കകത്ത് കുറേ സാധനമുണ്ട്. അപ്പോൾ ഗൈസ് നമ്മൾ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് ഇപ്പം വീട്ടിലെത്തിയിട്ടുണ്ട്. ഗൈസ് നിങ്ങളെ നമ്മൾ വാങ്ങിയ ക്രിസ്മസ് ട്രീ കാണിക്കാൻ പറഞ്ഞു. ക്രിസ്മസ് ട്രീ നമ്മളുടെ ക്രിസ്മസ് ട്രീ വാങ്ങിയിട്ടുണ്ട്. ഇത് സെറ്റ് നമുക്ക് പിന്നെ കാണിച്ചു. കുറച്ച് ഇതിൽ തൂക്കാനുള്ള സാധനങ്ങൾ വാങ്ങിയിട്ടുണ്ട്. ഇതെല്ലാം നമ്മൾ അറേഞ്ച് ചെയ്യുന്ന കാണിച്ചു തരാം ഗൈസ്. അപ്പോൾ ബാക്കി ഇനി അറേഞ്ച് ചെയ്യുന്ന വീഡിയോസ് ഒക്കെ കാണിച്ചു തരാം. പിന്നെ നാളത്തെ ക്രിസ്മസ് നാളെയാണ് ക്രിസ്മസ് ഗൈസ് 25-ാം തീയതി. അപ്പോൾ നമ്മൾ പള്ളിയിൽ പോകുന്ന അതെല്ലാം കാണിച്ചു തരാം. ബൈ ഗൈസ്. ഹായ് ഗൈസ്, ഇന്ന് ക്രിസ്മസ് ആണ്. ഫസ്റ്റ് ഓഫ് ഓൾ എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ്. ഹാപ്പി ക്രിസ്മസ് ഗൈസ്. നമുക്ക് പള്ളിയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഇതുവരെ മാപ്പെല്ലാം ഇടുന്നുണ്ട്. ഇപ്പൊ ഇവിടെ വഴി തെറ്റിച്ചു ഗൈസ്. ഏതോ ഒരു സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. എന്തി കാണിക്കുന്നു. ഓൾ ഇద్దരെ പള്ളി പോയിട്ടില്ല. കഴിഞ്ഞ ക്രിസ്മസിന് പള്ളി പോയതാ. എനിക്ക് ഇద్దരെ പോയിട്ടില്ല. എനിക്ക് വഴിയെല്ലാം അറിയില്ല. പാപം കിട്ടും. ഈസ്റ്ററിന്റെ പോയിട്ടില്ല. കഴിഞ്ഞ ക്രിസ്മസിന് പോയിട്ടില്ല. ഇപ്പൊ വന്ന വഴിയിൽ ഒന്നും കൂടി തിരിച്ചു പോകുന്നുണ്ട്. സംഭവം എന്നറിയില്ല. അത് രാവിലത്തെ 10 മണിയുടെ കുർബാനക്ക് ഓളിപ്പം വന്നത് 1 മണിക്ക്. എന്തിനാ ഇവളെല്ലാം പാപിയാണ്. പൈസ അങ്ങനെ പള്ളി കിട്ടിട്ട് പിന്നെ നമുക്ക് അങ്ങോട്ട് പോകും. ഞാനൊന്നുമില്ല, ഓള് മാത്രമേ കാണുന്നുണ്ട്. നടക്കുന്നുണ്ട്. പള്ളി കണ്ടുപിടിച്ചു. അങ്ങനെ ഫൈനലി പള്ളി കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇപ്പൊ വണ്ടി ലാസ്റ്റ് എങ്ങനല്ലോ തപ്പി പിടിച്ച് പള്ളി കിട്ടിയത്. പക്ഷെ നമുക്കിത് ഇനികള് പള്ളി അടിച്ചാരാൻ പോകാൻ തോന്നുന്നു. ഇനി അവിടെ ആരും ഉണ്ടാവില്ല. അത് മനസ്സിലാവും. പള്ളി ഇതാ. മനസ്സിലായിട്ടില്ല പള്ളി അതാ തന്നെ അതാ അതാണ് അവിടെ കുരിശാണ്. കണ്ടു. നല്ല രസമുണ്ടല്ലോ. പിന്നെ ആരുമില്ല പള്ളിയില്. എല്ലാരും പോയി. എല്ലാം കഴിഞ്ഞ് ഉറക്കം വന്നിട്ട് നിൽക്കാനും കഴിയുന്നില്ല. എണീക്കേണ്ട സമയമായിട്ടൊന്നുമില്ല.
ഗൈസ്, അങ്ങനെ നമ്മളെ ക്രിസ്മസ് ട്രീ സെറ്റ് ആയിട്ടുണ്ട്. ഫൈനലി നമ്മൾ ക്രിസ്മസ് ട്രീ സെറ്റാക്കി. സ്റ്റാർ വേണ്ടി, പക്ഷെ സ്റ്റാർ നമുക്ക് വാങ്ങിച്ചിട്ടില്ല. പക്ഷെ രസമുണ്ട്. അങ്ങനെ നമ്മൾ പള്ളിയിലെല്ലാം പോയി വന്ന് പിന്നെ ക്രിസ്മസ് ട്രീ എല്ലാം സെറ്റ് ചെയ്ത് അത് കഴിഞ്ഞ് ഫുഡ് ഉണ്ടാക്കി, പിന്നെ ഫുഡ് കഴിച്ച്. അങ്ങനെ ഈ വർഷത്തെ ക്രിസ്മസും കഴിഞ്ഞു. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ.